നമസ്കാരം. മൻ കി ബാത്തിന്റെ 109-ാം പതിപ്പിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബിജെപി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, മീനാക്ഷി ലേഖി, രാജസ്ഥാൻ മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡ്, പാർട്ടി നേതാവ് ബൻസൂരി സ്വരാജ് തുടങ്ങിയവർ ദില്ലിയിൽ മൻ കി ബാത് ശ്രവിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഡെറാഡൂണിൽ BJP നേതാക്കളോടൊപ്പം ഇരുന്ന് മൻ കി ബാത് ശ്രവിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ മറ്റ് BJP നേതാക്കളോടൊപ്പം ഇരുന്നാണ് മൻ കി ബാത് കേട്ടത്. ഈ വർഷത്തെ ആദ്യ മൻ കി ബാതാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നുവെന്നും വികസിത ഭാരതത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പ്രതിജ്ഞയുടെ അടിത്തറയാണതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ് അത്ഭുതകരമായിരുന്നുവെന്നും കർത്തവ്യപഥിൽ സ്ത്രീ ശാക്തീകരണമാണ് നാം കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ദിന പരേഡിലെ നാരീശക്തിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. കേന്ദ്ര സുരക്ഷാ സേനയുടെയും ദില്ലി പോലീസിന്റെയും വനിതാ സംഘങ്ങൾ കർത്തവ്യപഥിൽ നടന്നപ്പോൾ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയരുകയായിരുന്നു. പരേഡിൽ നിന്നിരുന്ന എല്ലാ കലാകാരും സ്ത്രീകളായിരുന്നു. 1500 പെൺമക്കൾ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തു. നാവികം, വ്യോമയാനം, സൈബർ, ബഹിരാകാശം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും സ്ത്രീശക്തി രാജ്യത്തെ സംരക്ഷിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ എല്ലാ മേഖലകളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. സ്ത്രീകൾ ഇന്ന് സാമ്പത്തിക ഭദ്രത കൈവരിക്കുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ രാജ്യത്ത് സ്വയം സഹായ സംഘങ്ങൾ വർദ്ധിച്ചു. രാജ്യത്തെ പ്രതിഭകളായ കായിക താരങ്ങളെ രാഷ്ട്രപതി ഭവനിൽ അർജുന അവാർഡ് നൽകി ആദരിച്ചു. അവിടെയും എല്ലാവരെയും അതിശയിപ്പിച്ചത് പെൺകുട്ടികളുടെ നേട്ടമാണ്. 13 വനിതാ അത്ലറ്റുകൾക്കാണ് അർജുന അവാർഡ് ലഭിച്ചത്. ഇത് രാജ്യത്തിന് എക്കാലവും അഭിമാനം ഉളവാക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.